ആ ഒരു പോലീസുകാരനെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് പോസ് ചെയ്തതാണ്. പക്ഷേ പുള്ളിക്കറിയില്ലല്ലോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നുള്ള കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഭയങ്കര എന്താ പറയുക, അവരെ കണ്ടില്ല, പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ ആൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് നമ്മളടുത്ത്. അത്രയും എന്താ പറയുക, ആ ഒരു നിമിഷം നിങ്ങൾക്കത് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. നാട്ടിലാണെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ചിട്ടാണ് പോലീസുകാരോ എടുത്തിട്ട് നടക്കണം. എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ച് ചെറിയൊരു പെർസെൻറ്റേജ് സ്റ്റാഫ്സും പെരുമാറുന്ന രീതി വളരെ വ്യത്യാസമുണ്ട്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ഡബ്ലിനിലാണ്, അയർലൻഡിൽ. അതായത് ഇവിടുന്ന് ഡബ്ലിൻ സിറ്റി സെൻറ്ററിലേക്ക് നമുക്കൊരു 12 കിലോമീറ്ററോളം ഉണ്ട്. ഞാനിവിടെ ഇങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഓരോ കാഴ്ചകളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ സ്ട്രീറ്റ് അതിമനോഹരമാണ് കേട്ടോ. വിക്ടോറിയൻ ആർക്കിടെക്ചർ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന സ്ഥലം കൂടെയാണ്, മനസ്സിലാവുന്നത്. ഇത് ഇവിടുത്തെ സ്റ്റാർബക്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ബിൽഡിങ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്ര മനോഹരമെന്ന് നോക്കണം. ഒരു എന്താ പറയുക, അത്രത്തോളം വിക്ടോറിയൻ ആർക്കിടെക്ചർ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഡബ്ലിൻ പിന്നെ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും എന്താ പറയുക, വിക്ടോറിയൻ ആർക്കിടെക്ചർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നത്. വിക്ടോറിയൻ ആർക്കിടെക്ചർ എന്താണ്, അതിൻ്റെ എത്രത്തോളം ഈ യൂറോപ്യൻ കൺട്രീസിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ഓരോന്നും നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്ട്രീറ്റിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നിന്ന് സബർബൻ റെയിൽവേ വഴിയാണ് നമുക്ക് ഡബ്ലിൻ സിറ്റി സെൻറ്ററിലേക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും പറ്റുക. അപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. നമുക്കിവിടെ സിറ്റിയിലെ കുറച്ച് കോസ്റ്റൽ ഏരിയ ആണ് ഇത്, മനസ്സിലുണ്ടോ. അപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇവിടെ നടന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാം. എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റുകളും തിരക്കേറിയതാണ് കേട്ടോ. അത്യാവശ്യം നിറച്ച ആളുകളുണ്ട് ഇവിടെയൊക്കെ, ഒരുപാട്. ഈ ഒരു സ്ട്രീറ്റിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. നമുക്ക് എന്താ പറയുക, ആക്സസറീസും മെൻസ് വെയർ, ജെൻസ് വെയർ അങ്ങനെ കുറേ കളക്ഷൻസ് ഉള്ള കൂടുതലായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. കഫേ കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി ആ കോസ്റ്റൽ സൈഡ് കുറച്ച് അപ്പുറത്തായിട്ടേ ഉള്ളൂ. ഇവിടെ അങ്ങനെ റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലേ, വളരെ വേഷവിധാനങ്ങളായിക്കോട്ടെ, ആളുകളുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഡിസിപ്ലിൻ ആയിക്കോട്ടെ, എല്ലാം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലേക്ക് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണോ, എത്ര ഭംഗിയായിട്ട് അവർ ബിൽഡ് ചെയ്തിരിക്കണം നോക്കും. ഇവിടെ ഒരു ഒപ്പേറ ഹൗസ് കൂടി ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ കാണുന്നത് ഒരു ഒപ്പേറ ഹൗസാണ്. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗൈഡ് ടൂർസ് ഓഫ് ദ ഗേറ്റി തിയേറ്റർ, അതായത് ഒപ്പേറ ഹൗസ് ആണ്. പക്ഷെ ഇതിന്റെ എൻട്രി എന്ന് അറിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഗേറ്റി തിയേറ്റർ തേഴ്സ്ഡേ 14 ഓഗസ്റ്റ്. ഓക്കെ, ഇത് പക്ഷെ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇത് കയറാനൊന്നും പോകാൻ പറ്റില്ല. വളരെ എന്താ പറയുക, അതിമനോഹരമായിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാനും കോസ്റ്റൽ ഏരിയ ചെയ്തുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല കുറേ റൈഡേഴ്സും അങ്ങനെയൊക്കെ ഒരുപാട് ടീമുകളെ ഈ സൈഡൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന കഫേ കംപ്ലീറ്റ് റൈഡേഴ്സ് കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ഥലങ്ങളും പിന്നെ അവർക്ക് അത്യാവശ്യം വിശ്രമിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കുറേ വണ്ടികളുണ്ട്, കവസാക്കിയുടെയും ട്രയമ്പിൻ്റെ ഒക്കെ. പിന്നെ ഈ കുറേ കാണുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, 1940 1980 ആ ഒരു സമയത്ത് വാറിൽ മരിച്ച കുറേ ഒരു മെമ്മറിക്കായിട്ടാണ് ഇവർ ഇവിടെ പണിതിരിക്കുന്നത് കേട്ടോ. ഇത് കുറേ നേവി ഓഫീസേഴ്സിന്റെ അവരുടെ ഒരു എന്താ പറയുക, സെൽഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണല്ലോ വാർ എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അവരിവിടെ പണിതിരിക്കുന്നത്. ഇത് കോസ്റ്റൽ ഏരിയ കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് ആ അറ്റം വരെയും ഫുൾ ബീച്ചാണ്. ഇവിടെ നിന്ന് എൻ്റെ പുറകെ നോക്കുമ്പോൾ ഫുൾ ആ അറ്റം വരെയും. കൂടുതലും ഇത് എന്താ പറയുക, റൈഡേഴ്സിൻ്റെ ഒരു ഹബ്ബായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. ഈ ഒരു ഏരിയ, ഞാൻ ഈ നിൽക്കണ ഏരിയ നോക്കുമ്പോൾ
കാരണം അവിടെ ഒരു കഫേ ഉണ്ട്. അവിടെ അവർ എന്താ പറയുക, കുറേ ഇഷ്ടംപോലെ സൂപ്പർ ബൈക്സ് അവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുറേ സൂപ്പർ ബൈക്സ് അവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്തുള്ള കഫേയിൽ അവർ റെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കേണ്ടത്. എന്താ പറയുക, നമുക്ക് വർക്കൗട്ടിനാണെങ്കിലും റണ്ണിങ് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മൗണ്ടെയിൻസ് എന്ന് പറയാൻ കുറച്ച് ഹിൽ ഏരിയ ഉണ്ട്. പക്ഷെ അത് കോസ്റ്റൽ സൈഡ് ആകുമ്പോൾ ഓഫ്കോഴ്സ് അതെന്തായാലും അങ്ങനെ ഒരു എന്താ പറയുക, അതുപോലെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും. ബീച്ചിൽ നിന്ന് അവിടെ നിന്നുള്ള ആ കാറ്റ് അങ്ങനെ ഇവിടെ നിന്ന് അടിക്കേണ്ട ഈ ഒരു തീരത്തേക്ക്. ഇവിടെ കുറേ ബൈക്കുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. ഇത്ര ഓരോ ബൈക്കുകളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് റൈഡേഴ്സ് ഇവിടെ ഈ ഹബിലൂടെ വന്ന് അവർ വിശ്രമിക്കണ്ടായി. ഇതുണ്ട്, ഇവിടെ ഒരുപാട് ബൈക്ക് ഇവര് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ മെയിൻ. എന്താ പറഞ്ഞാൽ ഇവിടെ കണ്ടില്ല കുറേ ഒരു വാക്കിങ് ഈ ഒരു ഏരിയ ഇവര് അതിനായിട്ട് വേണ്ടി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലീൻഡ് ആയിട്ടാണ് അവർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സ്ഥലം. പിന്നെ ഇടയിൽ കണ്ടോ ഒരു പാർക്ക്, അത്യാവശ്യം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പാർക്കൊക്കെയാണ് ഇവിടെ സൈഡിൽ ഇരിക്കുന്നത്. ഇതുണ്ടോ അത് ഞാൻ ആ കാണിച്ച ഒപ്പേറ ഹൗസ് ഉണ്ടോ ആ കണ്ടോ. പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം വിക്ടോറിയൻ ആർക്കിടെക്ചർ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തന്നെ. നമ്മളൊരു മൈക്ക് നോക്കിയിട്ട് കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട് ഞാനിവിടെ കണ്ട സൂപ്പർ മാർക്കറ്റിലും കുറേ ഗ്രോസറി ഷോപ്പുകളിലൊക്കെ കയറിയിട്ടാണ് ബൈക്ക് ഇട്ടൊന്ന് ചോദിക്കണം. പക്ഷെ അറിയണ്ടില്ല, ഇവിടെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. ഓരോ ഷോപ്പുകൾ കാണുമ്പോൾ ഇലക്ട്രോണിക് ഐറ്റം ആണോ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് പോലും നമുക്ക് അറിയാത്ത അവസ്ഥയാണ്. ഞാൻ നോക്കണം, ബൈക്ക് കുറേ നേരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ. എവിടെയെങ്കിലും ബൈക്ക് നോക്കി ഇവിടെ എംമാൻഡസ് ഫുഡ് ഹാളിലാണ് കയറിയത്. ഞാൻ വിചാരിച്ചു ഇതൊരു ഷോപ്പിംഗ് സെന്റർ പോലുള്ള എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കിട്ടുന്നതാണ് വിചാരിച്ചത്. ഞാൻ റോഡിൻ്റെ ബൈക്ക് നോക്കി കിടക്കുക, പക്ഷേ അവിടെ ഇല്ല. അവിടെ ഫുഡ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, വേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് മൈക്ക് കൂടെ സെറ്റ് ആണെങ്കിൽ വോയിസിൻ്റെ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, വോയിസ് ക്ലാരിറ്റി കാര്യങ്ങളിലൊക്കെ. ഈ സൈഡ് കാണുന്നതെല്ലാം കോഫി ഷോപ്സും പിന്നെ അതുപോലെ ഹോട്ടൽസൊക്കെ ആയിട്ട് വർക്കാണ് കേട്ടോ എല്ലാം ഈ ഓരോ ബിൽഡിങ്ങുകളും. അല്ലാതെ എന്താ പറയുക, താമസ സ്ഥലങ്ങളോ അങ്ങനെ താമസിക്കണ വീടുകളോ അങ്ങനെ ഒന്നുമില്ല, വീട് കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് വേറെന്തെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഈ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല എന്താന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ കാഴ്ചകളാണ്. പിന്നെ അത് കണ്ടില്ലേ, സീപോർത്ത് ഹൗസ് അപ്പാർട്ട്മെൻറ്റ്സും ഇടയിലുണ്ട് കേട്ടോ. പക്ഷേ ടൗൺ ഹൗസ് പിന്നെ ഇവിടെ ഹോട്ടൽസ് ആണ് ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ ഇടയിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ സ്ട്രീറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടേജ് എല്ലാം അപ്പുറത്താണ്, ആ സ്ട്രീറ്റിനോട് ചേർന്നിട്ടാണ്. ഇതെല്ലാം എനിക്ക് ബാക്ക് വശങ്ങളായിട്ടാണ് തോന്നുന്നത്. ഇതുണ്ട്, ഇതെല്ലാം ഒരു ഹോട്ടലാണ്. ഇതൊരു ഹോട്ടലാണ്. അത് ഈ അപ്പാർട്ട്മെന്റിൽ, ഇവിടെയുള്ള അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കണവർക്ക് സുഖമുണ്ടോ, അവർക്ക് ഈ സീ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഈവനിങ് സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ, മോർണിംഗ് സൺസെറ്റ് കാണാനും, മോർണിംഗ് സൺറൈസ് കാണാനും ഈവനിങ് സൺസെറ്റ് കാണാനൊക്കെ അതിമനോഹരമായിരിക്കും ഇവിടുന്ന്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ താമസിക്കണവർക്ക് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകൾ കിട്ടും. ഇപ്പം എന്തായാലും സൈഡ് തന്നെ ഉണ്ടോ ആളുകളെ ഈ പട്ടിയൊക്കെ കൊണ്ട് എന്ത് റിലാക്സ് ആയിട്ടാണ് അവർ നടക്കാൻ ഇറങ്ങിയിരിക്കണമെന്നുള്ളത് നോക്കാം. ഇവിടെ ഇങ്ങനെ കണ്ടില്ല സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കും. നല്ല ഭംഗിയുണ്ട് കാണാം. പക്ഷേ ഇവിടെ എൻ്റെ മുന്നിലുള്ള ഈ ഗാർഡൻ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് പക്ഷേ കാണാനായിട്ട്. ഈ റോഡ് സൈഡ് തന്നെ വരെ ഇതുപോലെ എത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സിറ്റി ഓഫ്, ഈ സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം ഡൺ ലാഗോഹെയർ എന്നാണ്. ഡബ്ലിനിൽ അയർലൻഡിൽ, അയർലൻഡിൽ ഡബ്ലിനിൽ. ഇവിടുന്ന് 12 കിലോമീറ്ററോളം ഉണ്ട് പക്ഷെ സിറ്റി സെൻറ്ററിലേക്ക്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോണില്ല. ഒരു ബീച്ചിൻ്റെ സൈഡ് ഇങ്ങനെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ കോസ്റ്റൽ ഏരിയയിൽ ഇതുപോലെ തന്നെയാണ്. പക്ഷേ നാട്ടിലാണെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഇതുപോലെ ഒരുപാട് നമുക്ക് ടൂറിസം സാധ്യതകളുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവുകൾക്ക് ഒന്നും ആവില്ല. ഇതാണ്ടോ സൈഡ് എത്ര മനോഹരമാണ് ഇവർ ചെയ്തിരിക്കണമെന്ന് നോക്കണം. ഇതുപോലെ
റെസ്റ്റിംഗ് സ്പേസുകളും പിന്നെ ഡിസേബിളായിട്ടുള്ള അവർക്ക് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനുള്ള ആരുടെയും ഒരു ഉപദ്രവങ്ങളോ ഒന്നുമില്ലാതെ സമാധാനം വരെ അവർക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് സത്യം പറഞ്ഞ ഇവിടെ. പിന്നെ ഇവിടുന്ന് ബീച്ച് ഏരിയയാണ്. പക്ഷെ അങ്ങനെ എന്താ പറയുക, സ്പെയിനിലൊക്കെ പോലെ മലാഗ വലൻസിയയിലുള്ള പോലെ ആരും അങ്ങനെ ഈ ബീച്ചിലിറങ്ങി കുളിക്കുക അങ്ങനെ ഒന്നുമില്ല ഇവിടെ. ഒരു സാധാരണ ഒരു ബീച്ച്, വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ വെള്ളത്തിലാണ്. പക്ഷേ അത്യാവശ്യം ക്ലീൻ ആട്ടോ വെള്ളം. ഇവിടെ ഈവനിങ് ഒക്കെ നല്ല രസമായിരിക്കും ഇരിക്കുക. കാരണം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, കൂടുതലും ഇവിടെ ഒരുപാട് തിരക്കുണ്ടാവും ആളുകളുടെ. കാരണം വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് റഷ് ഇവിടെ ഉണ്ടാവും. പിന്നെ അപ്പുറത്തൊക്കെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കും. അതെല്ലാം പൂർത്തിയാകുമ്പോൾ ഏകദേശം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കുറച്ചുകൂടി ഡെവലപ്മെന്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഡൻലഗോറിലെ പിസാട്ടാണ് ആ കാണുന്നത്. ഈ കാണുന്ന ചെറിയൊരു കെട്ടിടം. അതിന് കുറച്ചിങ്ങനെ കറങ്ങി സ്ട്രീറ്റിൽ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനില്ല. പിന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ സിറ്റി സെന്ററിൽ തന്നെ പോകണം ഡബ്ലിനിൽ. ഒരു ഐഡിയ ഇല്ലാതെ നടക്കുമ്പോൾ ഇങ്ങനെ കുറേ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് നടക്കാൻ നല്ലൊരു സുഖമുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ മനസ്സമാധാനത്തോടെ നടക്കുമ്പോണ്ടല്ലോ ശരീരത്ത് കുറച്ച് കാലറിയും ബേണാവും. പിന്നെ അതുകൂടാതെ ഈ കാഴ്ചകളൊക്കെ കണ്ടുവന്ന് ഇതെങ്കിലും ഇവിടെ വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എന്നാലും ഈ കാണുന്ന ഈ ആർക്കിടെക്ചർ ലെവലും ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാന്നല്ലാതെ അതെന്നെങ്കിലും കുറച്ച് നമുക്കൊരു എന്താ പറയുക, മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോഴെങ്കിലും. ബിൽഡിങ്സ് ഒക്കെ ഒരു രക്ഷയില്ല ഇവിടെ ചെയ്തിരിക്കണ രീതിയാണ്. ഞാനീ നടക്കണ സ്ഥലം എന്താ പറയാ, ഇറക്കവും കയറ്റങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കണം ഇവിടെ എല്ലാം. ആണല്ലേ, എങ്ങോട്ട് നടന്നാലും നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തണത് നമ്മൾ വന്ന വഴികളിൽ കൂടെ തന്നെയാണോ തിരിച്ച്. ഞാനിപ്പോൾ 3-4 പ്രാവശ്യമായി വന്ന വഴി കൂടെ തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ട്രീറ്റ് തന്നെയുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പോയതിൽ ആ ഒരു സ്ട്രീറ്റിൽ മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല, വളരെ കുറവാണ്. പിന്നെ ഉള്ളത് കുറച്ച് ജെൻസ് വെയർ, മെൻസ് വെയർ അങ്ങനെ കുറേ കളക്ഷൻസ് ഉള്ള അവിടെ ഷോപ്പുകൾ. പിന്നെ ആക്സസറീസ്, ഇലക്ട്രോണിക് ആക്സസറീസ് കാര്യങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റിയ ഷോപ്പുകളൊക്കെയാണ് അവിടെ ഉള്ളു കേട്ടോ. ആ ഒരു സ്ട്രീറ്റേ ഉള്ളൂ. ഞാൻ എങ്ങോട്ടൊക്കെ നടന്നാലും തിരിച്ച് അവിടെ തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്, ആ സ്ട്രീറ്റിൽ. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണോ. ഇനി കൂടുതലായിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി ഡബ്ലിനിൽ നമ്മൾ മറ്റേ സിറ്റി സെൻറ്റർ പിന്നീട് നമുക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് എന്തായാലും അവസാനിപ്പിക്കാനുള്ള സമയം. ഞാൻ എന്തായാലും അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ എത്തണമായിരിക്കും. അപ്പോൾ അടുത്ത സ്ഥലം ഏതാ സ്ഥലം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനത് നോക്കിയിട്ട് എന്തായാലും നമ്മൾ അടുത്ത വ്ളോഗുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എന്തായാലും ഗുഡ് ബൈ.